ഹോൾഡ് ചെയ്യണേ, ഞാൻ സൈബർ സെല്ലോട്ടൊന്ന് കണക്ട് ചെയ്തോ. അവൻ വലിയ പ്രശ്നങ്ങൾ അവനെ കാത്തിരിക്കുന്നു. നല്ല സിനിമ. ഇതാണ് ശരിക്കുള്ള ഇന്ത്യ, നമ്മുടെ കേരളത്തെ കുറിച്ചുള്ള യഥാർത്ഥ സ്റ്റോറി ഇതാണ്. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം കംബാക്ക് എന്ന് പറഞ്ഞില്ലേ, കംബാക്ക് തന്നെ. അതുപോലെ ക്യാരക്ടർ തന്നെയാണ് ഇത്. നല്ലതാണ്. നമുക്ക് എല്ലാ മലയാളിയും കൂടി ഒരുമിച്ച് നമുക്ക് ആ ഫ്രെയിമിൽ കാണാൻ പറ്റുന്നു. നീ മരണമാസാടാ, വേറെ ലെവലടാ നീ. ഇപ്പൊ എനിക്ക് സന്തോഷായി. അടിപൊളി പടം. ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡിയിലാണ്. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് രാഷ്ട്രീയവും കാര്യങ്ങളും കലക്കി അടിപൊളി നമുക്ക് കുറച്ചേരം മനസ്സിലാക്കി തരുന്നുണ്ട് രാഷ്ട്രീയത്തിൽ. പിന്നെ ഫുൾ ഇമോഷനിലാണ്. കരയാം. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? 2024 തുടങ്ങി 4 മാസത്തിനിടയിൽ ഞാൻ ഏറ്റവും അധികം ബോറടിച്ച് കണ്ടൊരു പടമാണ് മലയാളി ഫ്രം ഇന്ത്യ. സത്യമാണോ ഈ പറയുന്നത്? കാരണം ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ല. ഇതിന്റെ പ്രൊമോ മെറ്റീരിയൽ വേറെ രീതിക്കായിരുന്നു, ടീസർ വേറെ രീതിക്കായിരുന്നു. സോ ഒരു പടത്തില്ലാതെ കയറിയ ഒരു പടം കണ്ടു കഴിഞ്ഞിട്ടും ഇത് എന്ത് പടമാണെന്ന് എനിക്കറിയില്ല. അല്ല, അത് ഇവിടെ അങ്ങനെ എന്താ ഉദ്ദേശിച്ചത്? ഇത് എന്ത് ടൈപ്പ് പടമാണെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല. ഇത് എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. ഇതിപ്പോ രാജ്യസ്നേഹമാണോ അതോ മതസൗഹാർദ്ദമാണോ? വെള്ളം കുടിക്കണം. അപ്പോൾ സിനിമയുടെ ഒരു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കണക്ഷൻ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ ഇന്ത്യയിൽ നമുക്ക് ആ രീതിക്കായിരിക്കും തോന്നുക. അങ്ങനെ എനിക്ക് പല സമയത്ത് എണീറ്റ് പോകാൻ തോന്നിയ ഒരു മൂവിയാണ്. ഇന്റർവെല്ലിനൊക്കെ അപ്പോഴേ നിർത്തിയാലോ എന്ന് തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ.